ടൈം ട്രാവൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എത്ര പേർക്ക് അറിയാം? കറന്റ്ലി മനുഷ്യനുണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് പാർക്കർ സോളാർ പ്രോബ്. അങ്ങനെ പോയി ഒരു ഒബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറയുന്നത് തിയറട്ടിക്കലി സ്പീഡ് ഓഫ് ലൈറ്റ് ആയിരിക്കും. അതിനപ്പുറം ഒരു ഒബ്ജക്റ്റിന് പോകാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ വേഗതയും സമയവും റിലേറ്റഡ് ആണെന്നുള്ള കാര്യം ചിലവർക്കൊക്കെ അറിയായിരിക്കും. ഇതിനെയാണ് നമ്മൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ആ ഒരു ഒബ്ജക്റ്റിന്റെ സമയം കുറഞ്ഞു വരും വിത്ത് റെസ്പെക്ട് ടു എ സ്റ്റേഷനറി ഒബ്സർവർ. ഇതിനാണ് ഐൻസ്റ്റൈന്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് പ്രാക്ടിക്കലി ഇതിന് നമുക്ക് ടൈം ട്രാവൽ എന്ന് വിളിക്കാൻ പറ്റും. അതായത് ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഞാനിപ്പോ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഒരു ഗ്രാവിറ്റേഷണലി ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ സമയം സിഗ്നിഫിക്കന്റ്ലി സ്ലോവർ ആയിരിക്കും. ഇതിനെയാണ് ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഇന്റർസ്റ്റെല്ലാർ മൂവിയിലൊക്കെ കാണിക്കുന്ന ആ ഒരു ടൈം ഡയലേഷൻ ഉണ്ടാവാൻ കാരണം ഈ ഒരു ജനറൽ റിലേറ്റിവിറ്റി കാരണമാണ്. ഈ രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ച് പ്രാക്ടിക്കലി നമുക്കിപ്പോൾ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. അത് ഫിസിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ISS നിൽക്കുന്ന ഒരു ആസ്ട്രോണോട്ട് ആണെന്ന് വിചാരിച്ചോ, അദ്ദേഹത്തിന്റെ സമയവും നമ്മുടെ സമയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം കുറച്ച് ഫ്യൂച്ചറിലാണ് ട്രാവൽ ചെയ്യുന്നത്. വേറൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് GPS സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഈ GPS സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫോണിലുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ശരിക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ GPS സാറ്റലൈറ്റ് മിഡിൽ എർത്ത് ഓർബിറ്റിലാണ് ശരിക്കും നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ദൂരത്ത് ഈ സാറ്റലൈറ്റ് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഓർബിറ്റ് ചെയ്യുന്ന സ്പീഡും അത്യാവശ്യം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടുത്തെ ഗ്രാവിറ്റി ഭൂമിയിൽ നിൽക്കുന്ന ഒരാളുടെ ഗ്രാവിറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ അവിടെ ജനറൽ റിലേറ്റിവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ GPS-ന്റെ റിയൽ ടൈം ഡേറ്റ എടുത്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ലൊക്കേഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്റെ ലൊക്കേഷൻ ഇപ്പൊ ആലുവയിൽ നിന്ന് ചിലപ്പോൾ എറണാകുളമോ അല്ലെങ്കിൽ വേറെ കോഴിക്കോടൊക്കെ ആയിരിക്കും നിൽക്കുക. കാരണം GPS സാറ്റലൈറ്റ് ഇത്ര സ്പീഡിൽ പോകുന്നതും ഇത്തരം ഗ്രാവിറ്റിയുടെ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ടൈം ഡയലേഷൻ ശരിക്കും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈം ഡയലേഷൻ ഫാക്ടർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മുടെ ഫോണിൽ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. അതായത് ഈ പറയുന്ന സാറ്റലൈറ്റ്സ് എത്രയോ മില്ലി സെക്കൻഡ്സ് ഫ്യൂച്ചറിലാണ് ബാക്കിയുള്ള ഹ്യൂമൻസിനെയും ട്രാവൽ ചെയ്യുന്നത്. അതായത് പ്രാക്ടിക്കലി ഈ പറയുന്ന സാറ്റലൈറ്റ്സ് ശരിക്കും ടൈം ട്രാവലേഴ്സ് തന്നെയാണ്. അപ്പോൾ ടൈം ട്രാവൽ എന്നുള്ള കൺസെപ്റ്റ് ഒരു ഫിക്ഷൻ അല്ല, അത് ശരിക്കും പ്രാക്ടിക്കലി ശരിക്കും നടക്കാവുന്ന ഒരു കാര്യമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് എങ്ങനെ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും? അതിനുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റിനെയാണ് ശരിക്കും വാർപ്പ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ജനറൽ റിലേറ്റിവിറ്റി ആണ്. അതായത് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഫാബ്രിക് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കൂടുതലുള്ള ഒരു ഒബ്ജക്ട്, ഫോർ എക്സാമ്പിൾ ഒരു ബ്ലാക്ക് ഹോള് നമ്മുടെ സ്പേസിൽ വെച്ചിരിക്കാന്ന് വിചാരിച്ചോ, അവിടുത്തെ സ്പേസ് ടൈം ഫാബ്രിക്കിന്റെ കർവേച്ചർ എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ആയിരിക്കും. അതായത് നേരെ ഇൻഫിനിറ്റിയിലോട്ട് താഴത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. നേരെ മറിച്ച് നമ്മുടെ സൂര്യനാണ് ഈ ഒരു സ്പേസിൽ നിൽക്കാന്ന് വിചാരിച്ചോ, അവിടുത്തെ സ്പേസ് ടൈം ഫാബ്രിക് എന്ന് പറയുന്നത് ഏകദേശം ഇതേപോലെ ആയിരിക്കും. അതായത് ചെറിയൊരു കർവേച്ചർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ സിറ്റുവേഷനിൽ ഇത് എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ ചെറിയൊരു മണൽത്തരി ആണെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഒരു സ്പേസ് ടൈം കർവേച്ചർ അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ആ ഒരു ചെറിയ മണൽത്തരി പോലും നമ്മുടെ സ്പേസിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സൂര്യന് ചുറ്റും, അതായത് മാസ് കൂടിയ ഒരു ഒബ്ജക്റ്റിന് ചുറ്റും മാസ് കുറഞ്ഞ ഭൂമി മറ്റുള്ള പ്ലാനറ്റ്സ് എല്ലാം ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര മാസീവ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോളിന് അകത്തേക്ക് മറ്റുള്ള ഒബ്ജക്റ്റുകളൊക്കെ അട്രാക്റ്റഡ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മിൽക്കി വേയുടെ നടുക്കും ഇതേപോലെ തന്നെ വലിയൊരു ബ്ലാക്ക് ഹോൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിന് ചുറ്റുമാണ് ഈ പറയുന്ന സൂര്യനും ഈ പറയുന്ന പ്ലാനറ്റ്സും കല്ലുകളും എല്ലാം ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് വെറുതെ എംപ്റ്റി ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമല്ല, അതൊരു ഫാബ്രിക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു തുണി ഇങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കൺസിഡർ ചെയ്യുക. അവിടെ മാസ് കൂടിയ ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആ തുണി ഇങ്ങനെ ഞെങ്ങും. മാസ് കുറവുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അപ്പൊ അത്ര കുറവ് അവിടെ ഞെങ്ങുള്ളൂ. ഇതിനെയാണ് സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കർവ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയുന്നത്. ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഒരു 3D വിഷ്വലൈസേഷൻ ആയിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് 2D കണ്ടുനോക്കാം. അപ്പൊ ഈ സ്പേസ് ടൈം ഫാബ്രിക്കിൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു 2D ഇമേജ് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. അതായത് അവിടുത്തെ സ്പേസ് ടൈം എന്ന് പറയുന്നത് കോൺട്രാക്ട് ചെയ്യും, അതായത് ചുരുങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ കാണുന്ന ഗ്രിഡുകളെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് പകരം ഒരു നെഗറ്റീവ് മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് നമ്മുടെ സ്പേസ് ടൈമിൽ കൊണ്ട് വച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ സ്പേസ് ടൈം കോൺട്രാക്ട് ചെയ്യുന്നതിന് പകരം സ്പേസ് ടൈം എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവും.
അതായത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് സ്പേസ് ടൈമിനെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആ സ്പേസ് ടൈമിനെ എക്സ്പാൻഡ് ചെയ്യും. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, സ്പേസിൽ വെച്ച് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് കൊടുക്കണം. അതായത് എന്തെങ്കിലും ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റമോ അങ്ങനെ എന്തെങ്കിലും റോക്കറ്റ് ഒക്കെ ഉപയോഗിച്ചാൽ മാത്രമാണ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെ? ഇതിനെയാണ് നോർമലി നമ്മൾ ട്രാവലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നു. ഏതൊരു ഒബ്ജക്റ്റിനെ പോലെ സ്പേസിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ലൈറ്റ് എന്ന് പറയുന്ന സംഭവം. അത് ട്രാവൽ ചെയ്യുന്നത് ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിലെ ഒരു സ്പീഡ് ലിമിറ്റർ തന്നെയാണ് ഈ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിന് അപ്പുറം നമുക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനേലും കൂടുതൽ സ്പീഡിലേക്ക് നമുക്ക് പോകാൻ കഴിയും. എങ്ങനെ? ഈ പറയുന്ന വാർപ്പ് ഡ്രൈവ് സിസ്റ്റം ഉപയോഗിച്ചിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളോടെ വാർപ്പ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ബെഡ്ഷീറ്റ് ഫ്ലോറിൽ വിരിച്ചിട്ടേക്കാന്ന് വിചാരിക്കുക. ആ ബെഡ്ഷീറ്റിന്റെ ഒരറ്റത്ത് എ എന്നും മറ്റൊരറ്റത്ത് ബി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ആ ബെഡ്ഷീറ്റിന്റെ നടുക്ക് ഇങ്ങനെ മലർന്ന് ഇങ്ങനെ കിടക്കാന്ന് വിചാരിക്കുക. 2 കൈ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് മലർന്ന് ഇങ്ങനെ കിടക്കാന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ബെഡ്ഷീറ്റിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് എയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഫിസിക്കലി നടന്ന് അല്ലെങ്കിൽ മുട്ട എങ്ങനെയെങ്കിലും പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ് എയിലേക്ക് എത്താൻ പറ്റും. രണ്ടാമതെന്ന് പറഞ്ഞത് നിങ്ങൾ അവിടെ കിടന്ന കിടപ്പിൽ തന്നെ ഇങ്ങനെ വലിച്ച് ആ ബെഡ്ഷീറ്റിനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാം. അതായത് ഈ പോയിന്റ് എയിനെ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഈ പറയുന്ന രണ്ടാമത്തെ സിറ്റുവേഷനാണ് ശരിക്കും വാർപ്പ് ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് ഈ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ സ്പേസ് ടൈം ഫാബ്രിക് നിങ്ങൾ കൺസിഡർ ചെയ്യാം. പോയിന്റ് എയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബെഡ്ഷീറ്റിനെ പിടിച്ചിങ്ങനെ മാക്സിമം വലിക്കുകയും ചെയ്യും, നമ്മൾ നമ്മുടെ കാലും കൊണ്ട് തള്ളുകയും ചെയ്യും. അപ്പോ ഈ ബെഡ്ഷീറ്റിന്റെ മുൻവശത്ത് അവിടെ ഒരു കോൺട്രാക്ഷൻ ആണ് ഉണ്ടായത്, പിൻവശത്താണെങ്കിൽ ആ ബെഡ്ഷീറ്റിന്റെ വലിയ അതായത് എക്സ്പാൻഷൻ ആണ് ശരിക്കും ഉണ്ടായത്. ഇതേപോലെ തന്നെയാണ് ശരിക്കും നമ്മുടെ വാർപ്പ് ഡ്രൈവ് വർക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്പേസ് ടൈം ഫാബ്രിക് ആണ് നമ്മുടെ ഈ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് ശരിക്കും നമ്മള്. അപ്പൊ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു മെഷീൻ എന്താണ് ചെയ്യുന്നത്, ഈ സ്പേസ് ടൈം ഫാബ്രിക്കിനെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അതായത് ഈ മെഷീന്റെ മുൻവശത്തെ സ്പേസ് ടൈമിനെ കോൺട്രാക്ട് ചെയ്യാനും ഈ മെഷീന്റെ പിൻവശത്തുള്ള സ്പേസ് ടൈമിനെ എക്സ്പാൻഡ് ചെയ്യാനും കഴിയാവുന്ന ഒരു മെഷീനാണ് ശരിക്കും വാർപ്പ് ഡ്രൈവ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പേസ് ടൈമിനെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു മെഷീനെയാണ് ശരിക്കും വാർപ്പ് ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കണം. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ മെഷീൻ പല തരത്തിലും പല രീതിയിലും അൺസ്റ്റേബിൾ ആവും. സ്പേസ് ടൈമിലൂടെ ഇത്തരത്തിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പല രീതിയിലുള്ള പാരഡോക്സസും പല രീതിയിലുള്ള എഫക്ട്സും ആ സ്പേസ് ക്രാഫ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അനുഭവപ്പെടാം. അതായത് അവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ടൈം ഡയലേഷൻ അനുഭവപ്പെടാം. കാരണം മുൻവശത്ത് സ്പേസ് ടൈം കോൺട്രാക്ട് ചെയ്യുകയും പിൻവശത്ത് സ്പേസ് ടൈം എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എക്സ്ട്രീം ആയിട്ടുള്ള ടൈം ഡയലേഷൻ എഫക്ട് ഇതിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കാം. ഹൈ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഒബ്ജക്ട്, ഫോർ എക്സാമ്പിൾ ഒരു ബ്ലാക്ക് ഹോൾ അടുത്തൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള റേഡിയേഷനാണ് ഹോക്കിങ്സ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സ്പേസ് ക്രാഫ്റ്റിന് മുമ്പിൽ ഇങ്ങനെ സ്പേസ് ടൈം കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടെ അത്യാവശ്യം ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഉള്ള എന്തെങ്കിലും വേണമെന്നായിരിക്കും നമുക്ക് ഇപ്പൊ ലോജിക്കലി മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഹോക്കിംഗ് റേഡിയേഷൻ അനുഭവപ്പെടാമെന്ന് ശരിക്കും പറയുന്നുണ്ട്. അത് ഇതിനൊരു ലിമിറ്റേഷൻ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എഫക്റ്റുകളിൽ നിന്ന് യാത്രക്കാരെ സേവ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഒരു ബബിളിന്റെ അകത്ത് നിൽക്കേണ്ടി വരും. ഓക്കെ, അതിനെയാണ് വാർപ്പ് ബബിൾ എന്ന് പറയുന്നത്. ഈ വാർപ്പ് ബബിൾ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു എലമെന്റ്. വാർപ്പ് ഡ്രൈവ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഈ വാർപ്പ് ബബിളിന്റെ യൂസ് എന്താണെന്ന് ഒട്ടുമിക്കവർക്കും മനസ്സിലാവാറില്ല. അത് നിങ്ങൾക്ക് ഏകദേശ ധാരണ ഇപ്പൊ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് വാർപ്പ് ഡ്രൈവ് സിസ്റ്റം നമുക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഈ വീഡിയോയുടെ തുടക്കം ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് സ്പേസ് ടൈം കർവേച്ചറിനെ മാക്സിമം കോൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് മാസ് ഈ സ്പേസ് ടൈമിനെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഈ നെഗറ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പോസിറ്റീവ് മാസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ സൂര്യന്റെ മാസ് പോസിറ്റീവ് ആണ്, ഭൂമിയുടെ മാസ് പോസിറ്റീവ് ആണ്, നിങ്ങളുടെ മാസ് പോസിറ്റീവ് ആണ്. അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള മാസ് ആണ്. പക്ഷെ നമ്മളൊരു വെയിറ്റ് സ്കെയിലിൽ നിന്ന് കഴിഞ്ഞാൽ ആ വെയിറ്റ് നെഗറ്റീവ് എന്ന് കാണിക്കുന്നതിനാണ് ശരിക്കും ലോജിക്കലി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നെഗറ്റീവ് മാസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു മാസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു മാസിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ വാർപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് മാസിന്റെ ആവശ്യമുണ്ട്. ഇതിനെയാണ് സയന്റിസ്റ്റുമാർ ഒരു ഫാൻസി നെയിം ആയിട്ടുള്ള ഡാർക്ക് മാറ്റർ എന്നോ ഡാർക്ക് എനർജി എന്നോ എക്സോട്ടിക് മാറ്റർ എന്നോ ഒക്കെ വിളിക്കുന്നത്. പക്ഷെ ഒരു കോമഡി എന്താ വെച്ചാൽ ഈ പറയുന്ന ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ഒക്കെ നമ്മുടെ യൂണിവേഴ്സ് മുഴുവൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്.
അതായത് വിസിബിൾ മാറ്ററിനേക്കാളും ഈ പറയുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള മാറ്റർ ആണ് നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ പറയുന്ന സംഭവങ്ങൾ നമുക്ക് ഹാർനസ് ചെയ്യാൻ അറിയില്ല, അത് എങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അത് ഉണ്ടാക്കാനും സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടെക്നോളജി നമ്മുടെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇല്ല. അതുകൊണ്ട് ഈ പറയുന്ന വാർപ്പ് ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു പ്യൂർ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോ. വാർപ്പ് ഡ്രൈവിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു, നമ്മൾ ഫിസിക്കലി ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു പോയിന്റ് എ ടു പോയിന്റ് ബിയിലേക്ക് പോവുകയാണെങ്കിൽ പോയിന്റ് എയിൽ നിന്ന് നമ്മളിങ്ങനെ നടന്ന് നമ്മൾ ഫിസിക്കലി നടന്നിട്ടാണ് പോയിന്റ് ബിയിലേക്ക് പോകുന്നത്, അല്ലെ? അതായത് നമ്മുടെ ബോഡി മോഷനിലാണ്, അനങ്ങുന്നുണ്ട്. പക്ഷേ വാർപ്പ് ഡ്രൈവിന്റെ സിറ്റുവേഷനിൽ നമ്മുടെ ബോഡി അനങ്ങുന്നില്ല, നമ്മുടെ ബോഡിയുടെ വെലോസിറ്റി എപ്പോഴും 0 ആയിരിക്കും. നിങ്ങൾ ആ ബെഡ്ഷീറ്റിന്റെ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ കിടന്നുകൊണ്ട് ആ ബെഡ്ഷീറ്റ് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ നിങ്ങളുടെ വെലോസിറ്റി അവിടെ 0 ആണ്. നേരെ മറിച്ച് ആ ബെഡ്ഷീറ്റ് ആണ് ശരിക്കും അനങ്ങുന്നത്. അതായത് നമ്മളൊരു സ്ഥലത്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും നമ്മുടെ ചുറ്റുപാടുമുള്ള സ്പേസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അതിനെയാണ് ശരിക്കും ഈ വാർപ്പ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യുന്ന ഒരേ ഒരു സംശയമാണ്, എന്താണ് ശരിക്കും വാർപ്പ് ഡ്രൈവ് എന്ന് പറയുന്നത്. ആൾക്കാർക്ക് ഈ സ്പേസ് ടൈം കോൺട്രാക്ട് ചെയ്യുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, അതെങ്ങനെയാണ് ശരിക്കും അത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നത്? ഇതിപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ സയന്റിസ്റ്റുമാർ ഹൈപ്പോത്തസൈസ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും വാർപ്പ് ഡ്രൈവ് എന്ന് പറയുന്നത്. അതിന്റെ ഫങ്ഷനിങ് അത് ഒട്ടുമിക്കവർക്കും മനസ്സിലായില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭവമൊന്നുമല്ല. കാരണം ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിനെ പറ്റിയിട്ട് മനസ്സിലാവുള്ളൂ. കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ ജനറൽ റിലേറ്റിവിറ്റി നമുക്ക് പഠിക്കേണ്ടി വരും, സ്പെഷ്യൽ റിലേറ്റിവിറ്റി നമുക്ക് പഠിക്കേണ്ടി വരും, സ്പേസ് ടൈം ഫാബ്രിക് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കേണ്ടി വരും. സ്പേസ് എന്ന് പറഞ്ഞ ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമല്ല, അത് ഇതേപോലെ ഒരു കർവേച്ചറും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം നമുക്ക് പഠിക്കേണ്ടി വരും. ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ലൈറ്റ് കർവ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായാൽ മാത്രമാണ് എന്താണ് ഈ വാർപ്പ് ഡ്രൈവിന്റെ ഫംഗ്ഷൻ എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോസിന്റെ അകത്തൊരു കമന്റ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് ലൈറ്റ് പോകുമ്പോൾ ലൈറ്റ് എന്തുകൊണ്ടാണ് ബെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു കാര്യം മാത്രമാണ്, അത് ഒരിക്കലും ബെൻഡ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതിപ്പോ റിഫ്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബെൻഡ് ആവുന്ന അല്ലാണ്ട് ലൈറ്റ് ശരിക്കും ബെൻഡ് ചെയ്യില്ല. അപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്പേസ് ടൈം ഫാബ്രിക് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഈ സ്പേസ് ടൈം ഫാബ്രിക്കിൽ ഒരു ബ്ലാക്ക് ഹോൾ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കാം. ഒരു തുണി ഇങ്ങനെ 4 സൈഡിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചേക്കാം നിങ്ങൾ വിചാരിക്കാം. അതിനെയാണ് സ്പേസ് ടൈം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ജീവിക്കുന്ന ആ ഒരു സ്ഥലമാണ് ശരിക്കും ആ തുണി എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഈ സ്പേസ് ടൈമിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ശരിക്കും ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ സ്പേസ് ടൈം ഇപ്പൊ വളഞ്ഞാണ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന ലൈറ്റ് ഈ സ്പേസ് ടൈമിന്റെ കർവേച്ചറിനോട് ഇങ്ങനെ വളഞ്ഞു പോകേണ്ടി വരും, അല്ലെ? ഇപ്പൊ സ്പേസ് ടൈം ഇങ്ങനെയാണ് ഇരിക്കണേന്ന് വിചാരിച്ചു, ഇങ്ങനെയൊക്കെയാണ് ഇരിക്കണേന്ന് വിചാരിച്ചു. ഈ ലൈറ്റ് ഈ സ്പേസ് ടൈമിന്റെ കർവേച്ചറിനോട് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകേണ്ടി വരും, അല്ലെ? അതുപോലെ തന്നെ നമ്മളിപ്പോ അത്യാവശ്യം മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഈ സ്പേസ് ടൈം ഫാബ്രിക്കിൽ കൊണ്ട് വച്ചു എന്ന് വിചാരിക്കാം. ഈ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് അത്യാവശ്യം കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ സ്പേസ് ടൈം ഫാബ്രിക് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഒരു ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ ഈ പറയുന്ന സ്പേസ് ടൈം നല്ല രീതിയിൽ ഇങ്ങനെ കർവ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന ലൈറ്റ് ഒരു പോയിന്റിൽ നിന്ന് ഈ ബ്ലാക്ക് ഹോൾ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഈ സ്പേസ് ടൈം ഫാബ്രിക്കിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതായത് സ്പേസ് ടൈം ഫാബ്രിക് എങ്ങനെയാണ് ബെൻഡ് ചെയ്തേക്കുന്നത് അതേപോലെ ആയിരിക്കും ഈ ലൈറ്റും ബെൻഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് ബ്ലാക്ക് ഹോൾ ഇവിടെ ഉണ്ട്, ബ്ലാക്ക് ഹോൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്പേസ് ടൈം ഫാബ്രിക് നല്ല രീതിയിൽ ബെൻഡ് ആവുന്നുണ്ട്. അപ്പൊ ഈ ലൈറ്റ് ഈ ബ്ലാക്ക് ഹോൾ അടുത്തേക്ക് പോകുമ്പോൾ ഈ സ്പേസ് ടൈം ഫാബ്രിക്കിനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത്, അതായത് ലൈറ്റ് ഈ സ്പേസ് ടൈം ഫാബ്രിക്കിനെ ഫോളോ ചെയ്ത് പോകുന്നതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. അതല്ലാണ്ട് ഇവിടെ ലൈറ്റ് ബെൻഡ് ആവുന്നില്ല, സ്പേസ് ടൈം ഫാബ്രിക് അല്ലെങ്കിൽ സ്പേസ് ടൈം ആണ് കർവ് ചെയ്യുന്നത്. ഇതിനാണ് സ്പേസ് ടൈം വാർപ്പിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ സ്പേസ് ടൈം ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു തിയറി മാത്രമല്ലേ, ഇതൊക്കെ ശരിക്കും റിയൽ ആണോ എന്നൊക്കെ ചിലർക്ക് സംശയം ഉണ്ടായിരിക്കാം. അതിനുള്ള സോളിഡ് പ്രൂഫ് ഞാനിപ്പോ പറഞ്ഞുതരാം. നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് അത്യാവശ്യം മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്പേസ് ടൈം ഫാബ്രിക്കിൽ നിൽക്കുമ്പോൾ ആ സൂര്യൻ കാരണം അവിടെ ഒരു സ്പേസ് ടൈം ഫാബ്രിക്കിൽ ചെറിയ രീതിയിലുള്ള ഒരു കർവേച്ചർ ഒക്കെ ഉണ്ടാവും. ഇനി നമ്മുടെ സൂര്യനെ നേരെ പുറകിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണെന്ന് വിചാരിക്കുക, ദൂരെ ഒരു സ്റ്റാർ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഭൂമിയിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും പ്രാക്ടിക്കലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ സ്റ്റാർ കാണാൻ പറ്റില്ല. കാരണം ഈ സൂര്യൻ അതിനെ ആ സ്റ്റാറിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റാറിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടായിരിക്കും? സൂര്യന്റെ മാസ് കാരണം സ്പേസ് ടൈം ഫാബ്രിക് ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ
സൂര്യന്റെ നേരെ പുറയിൽ കിടക്കുന്ന ഈ ഒരു സ്റ്റാറിന്റെ ലൈറ്റ് ഈ സ്പേസ് ടൈം ഫാബ്രിക്കിലൂടെ നമുക്ക് നമ്മുടെ ഭൂമിയിലേക്ക് കാണാൻ പറ്റും. ബേസിക്കലി ഈ സൂര്യന്റെ പുറയിലുള്ള സ്റ്റാറിന്റെ ലൈറ്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സൂര്യൻ കാരണം ഈ സ്പേസ് ടൈം ഫാബ്രിക് ബെൻഡ് ആവുന്നത് കൊണ്ട് തന്നെ ഈ ദൂരെയുള്ള സ്റ്റാർ സൂര്യന്റെ പുറകിൽ നിന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തും. അപ്പോൾ ഇത് ശരിക്കും പ്രൂവൺ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതായത് സ്പേസ് ടൈം ഫാബ്രിക് എന്നുള്ള ഒരു സംഭവം ശരിക്കും പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളൂ. ഒരുപാട് പേര് എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശരിക്കും വാർപ്പ് ഡ്രൈവ് എന്താണ്. ലൈറ്റിനിൽ കൂടുതൽ സ്പീഡിൽ അത് പറയാൻ പറഞ്ഞായി. വാർപ്പ് ഡ്രൈവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിനിൽ കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമ്മളുടെ സ്പേസ് ടൈമിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിനിൽ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അതാണ് വാർപ്പ് ഡ്രൈവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അത് ശരിക്കും ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതായത് ഫാസ്റ്റർ ദാൻ ലൈറ്റ് സ്പീഡ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഞാൻ ശരിക്കും എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ഈ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം.